ഹേസ് എന്റെ പുതിയ വിളിക്ക് എല്ലാവർക്കും സാർ. അപ്പൊ എന്റെ റേസിന്റെ വീഡിയോ അയ്യോ ഞാൻ ബനിയൻ ഇട്ടേക്കാൻ ഡ്രസ്സ് മാറിയിട്ട് എത്തിച്ചിട്ട് മറന്നുപോയി ഗൈസ്. ഷർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞേ നിങ്ങൾ റേസിന്റെ വീഡിയോ ഒക്കെ കണ്ടാണല്ലോ. അപ്പൊ എന്റെ മറ്റേ വണ്ടി ഡാമേജ് ആയിപ്പോയി, എന്റെ ഡോറൊക്കെ പോയി. അപ്പൊ അവര് ഫ്രീ ആയിട്ട് ശരിയാക്കി തരാന്നാണ്. എന്റെ ഓഫർ എന്താണെന്നറിയോ, ഈ റേസ് ജയിക്കുന്ന ആളുടെ വണ്ടി ഡാമേജ് ആവുകയാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് ശരിയാക്കും, ബാക്കി ആരുടെയും ശരിയാക്കത്തില്ല. അതാണ് ഓഫർ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ വണ്ടിയൊക്കെ കൊടുത്തായിരുന്നു, ഇനി ഈ വണ്ടി കൊണ്ട് സെല്ല് ചെയ്യണം. ഞാൻ പ്ലാൻ ചെയ്യുന്ന വീണ്ടും ലംബോർഗിനി ഉറൂസ് എടുക്കുക, അതാണ്. ഗൈസ് നിങ്ങളപ്പോ വിചാരിച്ചു എന്തുകൊണ്ടാണ് വീണ്ടും ലംബോർഗിനി ഉറൂസ് എടുക്കാന്ന് ആലോചിക്കും. കാരണം എന്തോ ബ്ലാക്ക് കളർ എനിക്ക് വേണമില്ല. ബ്ലാക്ക് ലംബോർഗിനി ഉറൂസ് എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്തു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ഇപ്പൊ ഈ വണ്ടി കൊണ്ട് സെല്ല് ചെയ്യാം ഗൈസ്. ഈ വണ്ടി കൊണ്ട് സെല്ല് ചെയ്യാം. നമുക്ക് സെല്ല് ചെയ്തിട്ട് കുറച്ച് കാശ് കിട്ടും വയ്ക്കും. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ലംബോർഗിനി ഉറൂസ് വാങ്ങിക്കാം ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും കാരണം ഈ കളർ എനിക്ക് വേണം. ഇത് ആദ്യം എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ വേണ്ട. മാത്രം ഇത് ഗോൾഡ് ആയതുകൊണ്ട് പണി കിട്ടും അവസാനം പറ്റിയാലേ. അതാണ്. അത് മാത്രല്ല എനിക്ക് എന്തൊരു ഈ ഗോൾഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബ്ലാക്ക് കുറച്ച് നല്ലതായിരിക്കും. നമുക്കിതുകൊണ്ട് വിൽക്കാം, ഇവിടെ കൊണ്ട് വിൽക്കും. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലം കിട്ടിയല്ലോ. അയ്യോ പക്ഷെ ഇത് നിറച്ച് മൂന്നുണ്ടല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ തന്നെ ഷോറൂം ഉണ്ട്. അവിടെ തന്നെ കാണിക്കുന്ന സ്ഥലത്ത് തന്നെ ഷോറൂം ഉണ്ട്. നമ്മുടെ അപ്പുറത്തുള്ള സിറ്റിയിലാണ്. അവിടെ ഷോറൂം. തൽക്കാലം ഇത് അവിടെ കൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് സെയിൽ ചെയ്തിട്ട് ഞാൻ മറ്റേ വണ്ടി എടുത്തോണ്ട് വരാം, പർച്ചേസ് ചെയ്യാം. ഇത് കൊടുത്താൽ നിറച്ചും കാശ് കിട്ടും. ഞാൻ ആലോചിക്കുന്ന നമ്മുടെ ഡിഫൻഡറും കൂടെ മാറ്റിയാലോ. എന്റെ ഒരു ഫ്രണ്ടിന് പുതിയ വണ്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ കയ്യിൽ ഓൾറെഡി ഒരു ഷിഫ്റ്റ് ഉണ്ട്, ഷിഫ്റ്റ് ഓമിനി ഉണ്ട്. അപ്പൊ ഓമിനി ഓൾമോസ്റ്റ് പഴയതായി. ഷിഫ്റ്റ് കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട്. ഓമിനി കുറച്ച് കംപ്ലൈന്റ് ഒക്കെ. അപ്പൊ അവൻ മാറ്റാൻ വന്നിരിക്കുക. പക്ഷെ ഞാൻ ആലോചിക്കുന്ന എന്റെ വണ്ടി എടുത്ത് കൊടുത്താലോ. അവൻ വലിയ യൂസൊന്നും കാണത്തില്ല. അതാണ്. പിന്നെ നൈസായിട്ട് ഓടിക്കുന്ന ടൈപ്പാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വണ്ടി വെച്ചിട്ട് വേറെ വണ്ടി എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് എനിക്ക്. അപ്പൊ 2 കാശാവും. സ്ഥലം എവിടെ? നമ്മുടെ ഷോറൂം വരുന്നത് ഇവിടെ. അല്ലല്ല സോറി, ഇത് സോറി തെറ്റിപ്പോയി. ഇതാണ് ഷോറൂം. ഈ ബിൽഡിംഗ് ഇവിടുത്തെ ആളാണ് വണ്ടി ചോദിച്ചത്. ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു ഒരു ആപ്പിൽ. അപ്പം പുള്ളി വണ്ടി എടുക്കാൻ പുള്ളിയുടെ നമ്പർ. ഓക്കെ നൈസായിട്ട് ഈ പുള്ളി വന്നിട്ട് ഞാൻ കാശൊക്കെ കൊടുത്ത് സെറ്റ് ആക്കട്ടെ. ചേട്ടാ, നിങ്ങളാരാ? വണ്ടി വിൽക്കാൻ വന്നത്? ഇതാണോ വണ്ടി? അതെ, ലംബോർഗിനി ഉറൂസ്. ഓക്കെ. ഇതിന് ഇതിന് എത്രയാവും? ഇതിന് നിറച്ചും കാശാവും, ഗോൾഡ് ആയോണ്ട്. ഞാൻ തരാം. ഓൾമോസ്റ്റ് 1 ട്രില്യൺ ഒക്കെ അടിക്കും. 1 ട്രില്യണാ? ബില്യൺ കേട്ടിട്ടുണ്ട്, ക്രോർ കേട്ടിട്ടുണ്ട്, ട്രില്യൺ ഒന്നും കേട്ടിട്ടില്ല. മില്യനും കേട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഏറ്റവും മേളിലാണ്. ഓക്കെ. കാശ് ഞാൻ ജിപേ തന്റെ അക്കൗണ്ടാണ് ഞാൻ ജിപേ ചെയ്തേക്കാം. ഓക്കെ പൈസ അടച്ചിട്ടുണ്ട്. പിന്നെ തനിക്ക് വേണ്ടെങ്കിൽ ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറിനും കൂടെ അറേഞ്ച് ചെയ്യാം. വേണ്ട അതൊന്നും കുഴപ്പമില്ല. അതൊന്നും പറയണ്ട, ഞാൻ അറേഞ്ച് ചെയ്തേക്കാം. തനിക്ക് എവിടെ വേണാ പോണ്ടേ? എനിക്ക് ഈ തൊട്ടപ്പുറത്തുള്ള ഷോറൂം തനിക്ക് ഓക്കെ ആണെങ്കിൽ തനിക്ക് തന്നു പോവാം. അപ്പൊ ഞാൻ പോട്ടെ. പോയിക്കോ. ഓക്കെ നമ്മുടെ വണ്ടി പോയിട്ടുണ്ട്. ഇത് അത്ര വിഷമൊന്നും ഇല്ല. നമുക്ക് പുതിയ വണ്ടി കിട്ടാൻ പോകുന്നില്ലേ? നിറച്ചും കാശ് കിട്ടി എനിക്ക്.
ഷോറൂം തൊട്ടപ്പുറത്ത് ആദ്യം ഓട്ടോ ഡ്രൈവറിനാലും വിട്ടാണോ ചോദിച്ച്. ഞാൻ പിന്നെ പറഞ്ഞു വേണ്ടെന്ന്. അപ്പൊ അയാള് വിട്ടെന്നല്ല, മീൻസ് എന്നാ വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കെന്നാലും ഇങ്ങോട്ട് കയറി സാധനം വണ്ടി എടുക്കാം ഗൈസ്. ഞാൻ ചോദിച്ചിട്ട് വണ്ടി എടുക്കാം. ഓക്കെ, വണ്ടി നോക്ക്, പോളി ലുക്കല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്ക് എന്ത് മറ്റേ മഹീന്ദ്ര BE6 ഒക്കെ പോലെ തോന്നുന്നു. അതിന്റെ അതേ ലുക്ക് അടിപൊളി. ഡെലിവറി ഒക്കെ എടുത്ത് ഗൈസ് നമുക്ക് പോവാം. എനിക്ക് എന്തായാലും കീ ഒക്കെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് പോവാം. ഇന്ന് തന്നെ അല്ലെ സാധനം സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അപ്പൊ ഇന്ന് തന്നെ എടുത്ത് തന്നായിരുന്നു. ഇതാണ് ഇന്ത്യയിലെ സെയിം മോളിലൊക്കെ നല്ല കൊള്ളല്ലേ വണ്ടി. ബ്ലാക്ക് കളർ കൊള്ളല്ലേ, കൊള്ളാം. ബാക്ക് ഫ്രണ്ടൊക്കെ ഓക്കെ, പക്ഷെ ബാക്കിൽ എന്തോ ഒരു കുഴപ്പമില്ല. ബാക്കിലൊക്കെ ലൈറ്റ് അവിടെ എന്തോ ഒരു പമ്പിങ്, ബ്ലാക്ക് കൂടിപ്പോയോ സൂപ്പറല്ലേ. ഇഷ്ടപ്പെട്ടു ഈ കളർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വൈസ്? ഗോൾഡ് എന്തോ അല്ല, ഗോൾഡ് എനിക്ക് ബ്ലാക്ക് വാങ്ങിക്കാൻ. ഞാൻ വിചാരിച്ചു ഇത് സെല്ലിട്ട് കാശിട്ടത്. ഇനി എന്തായാലും പകുതി കാശ് പകുതി എന്ന് പറയാൻ പറ്റില്ല, നല്ല കിട്ടുക. പകുതിക്കും കാശുണ്ടോ കാശ്? സൂക്ഷിച്ചുകൊണ്ടോ, എന്റെ പുതിയ വണ്ടിയാ. ഞാൻ പിന്നെ സ്പീഡിൽ ഓടിക്കുന്ന ആളാണ്, എനിക്ക് സ്പീഡ് ഒരു ഇതാണ്. നമ്മുടെ വണ്ടി എപ്പോ കിട്ടും? മറ്റേ വണ്ടിയെ കോള് വരുന്നല്ലോ. ഹലോ, ഇത് ഫ്രാങ്ക്ലിനല്ലേ സംസാരിക്കുന്നത്? അതെ, ഇത് ഞാൻ വണ്ടി മോഡിഫിക്കേഷനാ. വണ്ടി ഒരു ബ്ലാക്ക് കളറാക്കി അലോയ്സ് ഒന്ന് മാറ്റാൻ പറ്റും. കാരണം വൈറ്റ് അത്ര ഒരു പോരാ. അലോയ്സ് ഞാൻ വന്ന് സെലക്ട് ചെയ്യാം, അവിടെ വന്ന് ഞാൻ സെലക്ട് ചെയ്യാം. കളർ ബ്ലാക്ക് മതി, അലോയ്സ് ഞാൻ വന്ന് സെലക്ട് ചെയ്യാം. എന്നാ അങ്ങനെ മതി സാറേ. ഓക്കെ ഗൈസ്, വണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരെ അങ്ങോട്ട് പോവാൻ നോക്കും, നേരെ വില്ലേജിലേക്കാ. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഈ വണ്ടി ഒന്ന് ഓടത്താദ്യം എടുത്തല്ലേ. കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഓടിക്കണം വണ്ടി, അങ്ങനെയാണ്. പെട്ടെന്ന് ബാറ്ററി ഡൗൺ. നമ്മൾ ഡെലിവറി എടുക്കുന്ന വണ്ടി ആദ്യം കുറച്ച് ഓടണം, അങ്ങനെ. ഓക്കെ, കുഴപ്പമില്ല. വില്ലേജിന്റെ അവിടെയാണ് വണ്ടി റെഡി ആയിട്ടുണ്ട്. നീ അതിന്റെ മോഡിഫിക്കേഷൻ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു. ശരിക്കും ഞാൻ വണ്ടി ഇനി എടുക്കാൻ പോണില്ല, എന്തായാലും സാരം ഇല്ല, കിടന്നോക്ക്. എന്റെ ഫ്രണ്ടിനെ പോയിട്ട് പോരാ, എനിക്ക് അത്ര പോരാ. അപ്പൊ കാശിന്റെ കുറച്ച് ഷോർട്ടേജ് ഉണ്ടായിരുന്നു, അതാ ഞാൻ പിന്നെ ചെയ്യാത്തത്. കാരണം ഇത് എങ്ങനെയോ ശരിക്കും എന്താ പറയാ, ഞാൻ ഇതുപോലെ പണിയെടുത്ത് കിട്ടിയ വണ്ടിയാ. കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയി. ഇപ്പൊ നിങ്ങള് എന്റെ അടുത്ത് പണിയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോഴും ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ചെയ്യുന്നത് വണ്ടിയോടെ അല്ല. കൺസ്ട്രക്ഷൻ സൈറ്റ് അല്ല, ഇപ്പൊ എനിക്ക് വേറെ അല്ല, അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ ശരിക്കും എനിക്ക് ജോലിയില്ല, ജോലി തപ്പ തന്നെ. ഇപ്പൊ എനിക്ക് ജോലിയില്ല, ഞാൻ പുതിയ ജോലി നോക്കുക. ഞാൻ കാശിനാണ് നോക്കുക, കുഴപ്പമില്ല. വിളിച്ചറിയുന്നില്ല, അവിടെ പോയി ബെല്ലടിച്ചാ പോലെ ഗൈസ്. ബെല്ലടിക്കാൻ നമുക്ക്. ഓക്കെ, ഹലോ, ഇവിടെ ആരും ഇല്ലേ? സാറേ, ഒരു ഫോണുണ്ട്, അതിനകത്ത് നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി കസ്റ്റം ചെയ്യാൻ പറ്റും. ഈ ഫോണാണ്, അത് മാജിക് ഫോണാണ്. എനിക്ക് സാറ് അപ്പൊ ഈ ഫോൺ എടുത്തോ, എന്റെ ഇതൊന്ന് നോക്ക് എങ്ങനെയാണ്. ഓക്കെ, അലോയ്സിന്റെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പുള്ളിയുടെ എനിക്ക് ഫോൺ കിട്ടിയിട്ടുണ്ട്, ആ ഫോൺ. ഓക്കെ, ഇവിടെ അല്ല മോഡിഫിക്കേഷൻ അല്ലേ, ഇവിടെ എടുത്തിട്ട് വീൽസ്
ഇത് ഉണ്ട്, ഇതുണ്ട്, 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 ഇതുണ്ട്. ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ലല്ലോ. ഇതൊക്കെ ഓഫ് റോഡ് വീൽസ് ലാസ്റ്റത്തെ ഒന്നും. ഇത് വേണ്ട, ഇത് വേണോ? ഇതും വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട. ഇത് ഓക്കെ. എനിക്ക് നമുക്ക് ഇത് ഫിക്സ് ചെയ്യാം. മിസ്റ്റർ, ഈ ടയർ ഫിക്സ് ചെയ്താൽ മതി. ഏത്, ഇതോ? എന്നാ ഓക്കെ. സാർ അത് റീസെറ്റ് ചെയ്തോ. അത് ഫിക്സ് ചെയ്തേക്കെ. ഓക്കെ, റീസെറ്റ്. ഓക്കെ, ഇത് പെട്ടെന്ന് കിട്ടുമല്ലോ അല്ലേ വണ്ടി? വണ്ടിയൊക്കെ പെട്ടെന്ന് കിട്ടും. അപ്പൊ ഞാൻ പോട്ടെ. സാറിന് എന്താ പ്ലാൻ? സാറിനെ ഉപയോഗിക്കൂ. ചോദിച്ചതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ. എന്ത് കുഴപ്പം? ഞാൻ ഇത് മിക്കാതെ ഞാൻ എന്റെ ഫ്രണ്ടിന് കൊടുക്കാൻ പോകും. അവനൊരു വണ്ടി വേണം. ശരി ശരി ശരി, ഓക്കെ. അപ്പൊ വണ്ടി ശരിയായിട്ട് വിളിച്ചാൽ മതി. ശരി സാറേ, ശരി. ഓക്കെ ഓക്കെ, ബൈ സാർ, ബൈ. ഓക്കെ, നേരെ വീട്ടിലേക്ക് വണ്ടി സെറ്റായി. എന്തൊട്ടിത്? ആക്സിഡന്റ് സംഭവിച്ചില്ല. ഈ പോകുന്ന വണ്ടി ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ പുള്ളിനെ സഹായിക്കണമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. സഹായിച്ചേക്കല്ലേ? ഇല്ലെങ്കിൽ ഇപ്പൊ എന്റെ വണ്ടി പോയ ആളുടെ വണ്ടി ഇടിച്ചാൽ. ഹലോ ചേട്ടാ. എന്തോ വണ്ടി ആക്സിഡന്റ് അല്ലേ? സഹായമല്ലേ വേണം? കിട്ടിയ കൊള്ളാം. വണ്ടി ഒന്ന് ഓഫായി പോകും. ഞാൻ ചേട്ടൻ അവര് നമ്പറുണ്ടായി ഓട്ടോട്രക്കിന്റെ ഇതിന്റെ. അവര് വിളിച്ചോ? അപ്പൊ ഞാൻ ഇങ്ങനെ വിട്ടിട്ട് ചേട്ടനെ ഞാൻ കൊണ്ടാക്കാൻ പറ്റും. താങ്ക് യു. ഓക്കെ, പുള്ളിയുടെ വണ്ടി കയറിയിട്ടുണ്ട്. പുള്ളിയുടെ വീട് മഞ്ഞക്കളർ വീടെന്നൊക്കെ പറഞ്ഞു. മഞ്ഞക്കളർ വീട്. ഇങ്ങോട്ടെന്തോ പോയി. ആ വീട് പണ്ട് അല്ല, അത് എന്റെ പഴയ വീട്. എനിക്ക് അതേപോലത്തെ ഒരു വീടുണ്ടായിരുന്നല്ലോ, പഴയ വീട്. ഇനി അതല്ലാണോ എന്തോ, കാരണം ഞാൻ ആ വീട് എന്നെ കൂട്ടുകാരൻ യൂസ് ചെയ്ത ഹൗസായിരുന്നു. ഇതാണ് വീട്. ഇത് എന്റെ വീടാണ്. ചേട്ടാ, ഇത് എന്റെ പഴയ വീടാണ്. നിങ്ങളാണല്ലേ ഈ വീട് വിറ്റേ? അതെ അതെ, എന്റെ ഫ്രണ്ട് എടുത്തിട്ട് പിന്നെ ഫ്രണ്ടാണ് തോന്നുന്നത്. ചേട്ടനാണല്ലേ? അതെ. ഓക്കെ ചേട്ടാ, എനിക്ക് വേണ്ട. ഓക്കെ ഗായ്സ്, പുള്ളി കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുള്ളി പോയി. പിന്നെ പുള്ളിയുടെ വണ്ടി ടോട്രക്കിലില്ലേ, പുള്ളിയുടെ വണ്ടി ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. പുള്ളിയുടെ ഏതോ ഒരാളുണ്ടായിരുന്നു, പുള്ളിയുടെ ഏതോ ഫ്രണ്ടേ. അപ്പൊ പുള്ളിയുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഫ്രണ്ടിന്റെ അടുത്ത് ഷോറൂമിൽ പോകാൻ പറഞ്ഞു. പുള്ളിക്ക് എന്തോ ഒരു വയ്യായിക പോലെ ഹോസ്പിറ്റലിൽ പോകണോണ്ട് വേണ്ടെന്നാ പറഞ്ഞ. വേണ്ടെന്ന് വിചാരിച്ചു, നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പുള്ളി. അപ്പൊ പുള്ളിയുടെ ഫ്രണ്ടിനെ എന്റെ ഏൽപ്പിച്ച്, കാരണം പുള്ളിക്ക് വയ്യ എന്റെ പുറകെ പോവാൻ. നമുക്കിനി വണ്ടി തിരിച്ചിടാം. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഈ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസ് കാണുന്നതിന് ഗുഡ് ബൈ ഗൈസ്.